അഭിമാനപൂർവ്വം ഞാൻ ഇവരെ പരിചയപ്പെടുത്തുകയാണ്. ഈരാറ്റുപേട്ട നഗരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ കോൺഗ്രസ് കൗൺസിലർമാരുണ്ടാകാൻ പോകുന്ന വർഷമാണ്, തെരഞ്ഞെടുപ്പ് വർഷമാണ്. ആ തിരഞ്ഞെടുപ്പ് വർഷത്തെ നമ്മുടെ ആളുകളെ വിജയിപ്പിക്കണമെങ്കിൽ എത്ര വോട്ട് ഭൂരിപക്ഷമുള്ള വാർഡാളിലും അതിശക്തമായ കഠിന പ്രയത്നം നടത്തണം. കൈമെയ് മറന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും. ആദ്യമായി ജസീല നൗഷാദ്, നമ്മുടെ ഡിവിഷൻ 7 കാട്ടാമല PH നൗഷാദിന്റെ ഭാര്യയാണ് ജസീല നൗഷാദ്. നമ്മുടെ 8ാം വാർഡ് സ്ഥാനാർത്ഥി സുനിൽകുമാർ. സുനിൽകുമാറിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി. 21ാം വാർഡ് സ്ഥാനാർത്ഥി ഭീമ ഉനൈസ്. നാഷണൽ കോൺഗ്രസിലെ പ്രിയപ്പെട്ട ഉനൈസിനെയും ഭീമ ഉനൈസിനെയും സ്വാഗതം ചെയ്യുന്നു, പരിചയപ്പെടുത്തുന്നു. അഫ്സൽ ഇജാസിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥി ഫാത്തിമ അൻസർ. ഫാത്തിമ അൻസറിനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ പരിചയപ്പെടുത്തുന്നു. അടുത്ത 25ാം വാർഡ് സ്ഥാനാർത്ഥി പാരിഷായ, മികച്ച ആശാപ്രവർത്തക കൂടിയായ, എത്രയോ വർഷങ്ങളായി അവർ ആ പൊതുസമൂഹത്തിന് ശബ്ദാന്നും തണലുമായി പ്രവർത്തിക്കുന്ന പാരിഷ യാക്കൂബിനെ നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നു. മാജിദ ഹുസൈൻ. മാജിദ ഹുസൈനെ പരിചയപ്പെടുത്തുന്നു. അവർ ഈരാറ്റുപേട്ടയിലെ മികച്ച ആശാപ്രവർത്തക കൂടിയാണ്. അല്ല, ഈരാറ്റുപേട്ട സിൻഡ വിൻസെന്റ്. ഷിയാസ, കോൺഗ്രസിന്റെ യുവത്വത്തിന്റെ പ്രതീകമായ ഇവിടെ പ്രിയപ്പെട്ട ഷിയാസിനെ ഞാൻ സ്നേഹപൂർവ്വം അഭിമാനപൂർവ്വം ഈ വേദിക്ക് പരിചയപ്പെടുത്തുകയാണ്. ചെറുപ്പക്കാർക്ക് എല്ലാവിധ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതും നമുക്ക് അവകാശപ്പെടാവുന്ന ഒരു ഉറപ്പുള്ള കാര്യമാണ്. കൂടുതൽ സീറ്റ് എല്ലാവർക്കും ലീഗൽ കൂടുതൽ സീറ്റ് ലഭിക്കാം. നാഷണൽ പാർട്ടിക്ക് 2 വിശ്വസിക്കുന്നു. പക്ഷേ നമുക്കുള്ള ഉറപ്പ് ലീഗിനുമുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്കും നമുക്കും കൂടുതൽ സീറ്റ് കിട്ടുന്ന, നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറട്ടെ എന്ന്. കോൺഗ്രസ് ഘടകകക്ഷി അല്ലാതെ ഒരു ഭരണവും വന്നിട്ടില്ല. K ബഷീർ കടന്നു വന്നു, ലൈസീസ് എല്ലാം കടന്നു വന്നു, CM മുഹമ്മദ് വന്നു. അതിനുശേഷം നമുക്ക് ജമീല അബ്ദുറഹ്മാൻ അടക്കം CM 2 മെമ്പർമാരുണ്ടായി. പിന്നീട് നമ്മുടെ അംഗസംഖ്യ വികസിച്ച് ഇവിടെ KP മുജീബും ഈരാറ്റുപേട്ട നഗരസഭയിലെ കോൺഗ്രസിന്റെ ആത്മാഭിമാനമായിരുന്ന, നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും കണ്ണീരോട് നാം ഓർക്കുന്ന നിസാർ ഖുർബാനിയും നമ്മുടെ ഫാത്തിമ അൻസറും അതിനുശേഷം മെമ്പർമാരായി. പിന്നീട് ഞാനടക്കമുള്ള 4 അംഗങ്ങൾ. വീണ്ടും അൻസർ കടന്നു വന്നു. ചെറുപ്പത്തിന്റെ പ്രതീകമായ മുൻ മണ്ഡലം പ്രസിഡന്റ് ഫസൽ റഷീദ് കടന്നു വന്നു. നമ്മുടെ അൻസലിന പരിക്കുട്ടി കടന്നു. അങ്ങനെ 4 അംഗങ്ങളായി. വളരെ അഭിമാനത്തോടുകൂടി ആത്മവിശ്വാസത്തോടെ പറയുന്നു, കോൺഗ്രസിന്റെ അംഗസംഖ്യ വർദ്ധിച്ചു. നമ്മുടെയൊക്കെ നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ നടക്കുന്ന കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടന്ന പടയോട്ടം ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ കുറെ വർഷക്കാലമായി നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകരും നടത്തുന്ന പാർട്ടിക്ക് വേണ്ടിയുള്ള അതിശക്തമായ മുന്നേറ്റം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തിയെ പറ്റി ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. വളരെയധികം ചർച്ചകൾക്കും ഉപചർച്ചകൾക്കും ഒക്കെ അവസാനം കോൺഗ്രസിന് ഏതാണ്ട് 10ഓളം സീറ്റുകൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ അനുവദിച്ചു കിട്ടി. മുസ്ലിം ലീഗ് 16 സീറ്റിലും കേരള കോൺഗ്രസ് മുസ്ലിം വിഭാഗം 1 സീറ്റിലും മത്സരിക്കുകയാണ്. വിവിധ കാരണങ്ങളാൽ ഓരോരോ തെരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനും
ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലും കേരളത്തിലൊട്ടാകെയും വളരെയധികം പ്രസക്തിയുണ്ട്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ പിടിമുറുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈരാറ്റുപേട്ടയിലും അതിന്റെ ഒരു പ്രതിധ്വനി അലയടിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ ശക്തി ഏതാണ് എന്ന് ഞാൻ പറയാറില്ല, നിങ്ങൾക്കറിയാം. ആ ശക്തിയെ ഈരാറ്റുപേട്ടയുടെ മണ്ണിൽ നിന്നും തുളച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ്, പല കാരണങ്ങൾക്കും. അതിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സുവർണാവസരമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ോടുകൂടിയും ഈരാറ്റുപേട്ടയിൽ വളരെ ചുറുചുറുക്കുള്ള യുവനിരകളെയാണ് നാം സ്ഥാനാർത്ഥിയായി ഇവിടെ നിർണയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈരാറ്റുപേട്ടയിൽ വലിയൊരു ശക്തിയായി ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന കാലഘട്ടമാണ്. ഈരാറ്റുപേട്ടയിൽ 10ഓളം സ്ഥാനാർത്ഥികളെ നാം അണിനിരത്തിയിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷം സ്ഥാനാർത്ഥികളും വിജയം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. നല്ല മിടുക്കരായ ജനസേവനം ലക്ഷ്യമാക്കി വിശാല ഹൃദയങ്ങളും മനസ്സുമുള്ള ആതുര സേവനങ്ങൾക്കും പൊതുരംഗത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വമുള്ള നല്ല സ്ഥാനാർത്ഥികളെയാണ് നാം ഇവിടെ അണിനിരത്തിയിട്ടുള്ളത്. 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കാൻ ത്രിതല പഞ്ചായത്തിലെ വിജയം നമുക്ക് അനിവാര്യമായിട്ടുണ്ട് എന്നതൊരു വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ത്രിതല പഞ്ചായത്തില് നമ്മുടെ സ്ഥാനാർത്ഥികൾ ജയിച്ച് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളിലും ഐക്യ ജനാധിപത്യം നടത്താൻ കഴിഞ്ഞാൽ അത് ഇടതുപക്ഷ മുന്നിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രഹരമായിരിക്കും എന്ന കാര്യത്തിൽ സംശയം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു. ആ ആരംഭിച്ചതിന്റെ വളരെ ഗുണകരമായ അവസ്ഥ നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നു. അങ്ങനെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ നമുക്ക് UDF-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലുതായി പല കാര്യങ്ങളും ചെയ്യാം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDF-ന്റെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ ഭരണം പ്രതിപക്ഷങ്ങൾക്ക് ആരോപണങ്ങളൊന്നും ഉന്നയിക്കാൻ കഴിയാതെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള നിരവധി പ്രോഗ്രാമുകൾ നടപ്പിൽ വരുത്താൻ ചെയ്യാൻ അതൊക്കെ നമ്മുടെ മുനിസിപ്പൽ കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാലഘട്ടങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കുകയും CPM-ന്റെ ഒരു പടക്കുതിര എന്നോളം തൈപ്പറമ്പ് കോളനിയും ആ പരിസരവും തന്റെ കാൽ കീഴിൽ നിലനിർത്തുകയും ചെയ്തിരുന്ന ഏറ്റവും പ്രിയങ്കരനായ പോലീസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നതിന് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയൊരു ശക്തിയായിരിക്കും. ആ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ഫാദറിലൂടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് 22ാം ഡിവിഷനിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ഈ സ്റ്റേജിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്ഷണിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് ഹാരാർപ്പണം ചെയ്യുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സീനിയർ നേതാവും INDS കൂടിയ അഖിലേന്ത്യാ നേതാവും APCC മെമ്പറുമായ പ്രിയപ്പെട്ട തോമസ് കല്ലാട് അവരെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.